ചങ്കുകളെ, അസ്സലാമലൈക്കും. ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു കേട്ടോ. കാരണം നമ്മുടെ റമദാൻ നാളെയാണ്, നോമ്പ് നാളെ തുടങ്ങിയാണ്. അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി ഓർഡർ അനുസരിച്ച് സ്റ്റോറേജ് ബോക്സൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് ബോക്സിൽ ഓർഡർ അനുസരിച്ച് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ ഫ്രിഡ്ജ് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചൺ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി. കാരണം തറയൊക്കെ തുടച്ച് കിച്ചണൊക്കെ വൃത്തിയാക്കി നമ്മളെ ജനൽ കമ്പിലൊക്കെ ഓരോ പൊടിയും ഒക്കെ തുടച്ച് വൃത്തിയാക്കി നല്ലപോലെ എല്ലാം ക്ലീനാക്കി ഷവറൊക്കെ പുറത്തൊക്കെ ഇട്ട് വേസ്റ്റൊക്കെ കത്തിച്ചപ്പോൾ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നി. നമ്മൾക്ക് മനസ്സിനൊരു തൃപ്തി തോന്നിയ പോലെയായിരുന്നു എനിക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ്, കാരണം നമ്മുടെ ഇസ്ലാമിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസത്തെ നമ്മൾ വരവേൽക്കാൻ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മൾ ശുദ്ധിയാക്കണം. എന്നാലേ ആ റമദാന് നമുക്കൊരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ, ആ റമദാന് ഒരു സംതൃപ്തി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് എല്ലാം വീടൊക്കെ വൃത്തിയായി പുറത്ത് ഇട്ട് കത്തിച്ച് ചവറൊക്കെ പുറത്തൊക്കെ ഇട്ട് കത്തിച്ചതിന് ശേഷം നമ്മൾ നേരെ ഉമ്മാക്ക് കുറച്ച് 2-3 നൈറ്റിയൊക്കെ മേടിച്ച് നേരെ ലുലുവിൽ വന്നപ്പോൾ നിറച്ച് ആൾക്കാർ, തിരക്കൊക്കെ വളരെ കുറവായിരുന്നു, വളരെ ശാന്തമായിരുന്നു ലുലു. കഴിഞ്ഞ തവണത്തെ പോലെ ഞാനെല്ലാം ഇങ്ങനെ വരിച്ചു വാരി സാധനങ്ങൾ മേടിക്കാൻ നിന്നില്ല. ആവശ്യത്തിന് തിങ്ക് ചെയ്തിട്ട് മാത്രമേ ഓരോ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുള്ളൂ. കാരണം കാശിൻ്റെ മൂല്യം എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് ഞാൻ വളരെ ചിലവ് ചുരുക്കിയിട്ടാണ് ഓരോ സാധനങ്ങളും ഞാൻ മേടിച്ചത്. അത്യാവശ്യം അടുക്കളയിൽ അത്യാവശ്യമായ കുറച്ച് സാധനങ്ങൾ, ആട്ടപ്പൊടി, അതുപോലെ തന്നെ മൈദാമാവ്, അതുപോലെ നമ്മൾ ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അതുപോലെ വെളിച്ചെണ്ണ, അതുപോലെ അങ്ങനെ കുറേ ഐറ്റംസുകൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അടുക്കളയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഓവറായിട്ടൊന്നും വാരി കൂട്ടിയിട്ട് കഴിഞ്ഞ തവണത്തെ പോലെയല്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വളരെ ആലോചിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും മേടിച്ചത്. വാൾനട്ടിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. അതുകൊണ്ട് ഞാനെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അത്യാവശ്യത്തിനൊക്കെ മേടിച്ചതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്ത് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. ഫ്രൂട്ട്സ് കിട്ടി നമുക്ക് നോമ്പിന് അത്യാവശ്യമല്ലേ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് പേ ചെയ്ത്. റമദാൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ കരുണയും സ്നേഹവും നിറയാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.